പറയുന്നത് ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെട്ട് നിലനിൽക്കുന്ന നിത്യതയിൽ നിത്യനായ ദൈവത്തോടു കൂടെ നിത്യത മുഴുവൻ വസിക്കുന്ന അവൻ്റെ മക്കളായി നാം ഓരോരുത്തരും തീരണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരിൽ, ഈ ലോക സംഭവങ്ങളും പ്രാദേശിക സംഭവങ്ങളൊക്കെ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് ഏറ്റവും അടുത്തു എന്ന് വിളിച്ചോതുമ്പോൾ നമ്മൾ ഉത്തരവാദിത്തമാണ് തലകളെ ഉയർത്തി നോക്കി വീണ്ടെടുപ്പ് അടുത്തു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരുങ്ങുക എന്നുള്ളത്. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് 50-ാം സങ്കീർത്തനം അതിൻ്റെ 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങളും വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യമാണ്. അവിടെ എങ്ങനെയാണ് പറയുന്നത്? നമ്മുടെ ദൈവം വരുന്നു, മൗനമായി ഇരിക്കുകയില്ല. അപ്പോൾ കർത്താവ് 2000 വർഷങ്ങൾക്ക് മുമ്പ് വന്നത് പാപപരിഹാരത്തിന് വേണ്ടിയാണെങ്കിൽ ഇനി കർത്താവ് വരുന്നത് തനിക്കായി കാത്തിരിക്കുന്നവരെ ചേർപ്പാൻ വേണ്ടിയിട്ടാണ്. കറയും ചുളുക്കവും മാലിന്യവും വാട്ടവും ഒന്നുമില്ലാത്ത മണവാട്ടി എന്നുള്ളൊരു പദമാണ് അതിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പറയാണ്, നമ്മുടെ ദൈവം വരുന്നു, മൗനമായി ഇരിക്കുകയില്ല. അവൻ്റെ മുമ്പിൽ തീ ദഹിപ്പിക്കുന്നു, അവൻ്റെ ചുറ്റും വലിയൊരു കൊടുങ്കാറ്റടിക്കുന്നു. അപ്പോൾ കർത്താവിൻ്റെ മുമ്പിൽ തീയും കാറ്റും ഒക്കെ വരുന്നു എന്ന് പറയുന്നത് ഇത് ദൂതന്മാരാണ്. കർത്താവിൻ്റെ വരവിന് മുമ്പ് മുന്നിൽ തീയും കാറ്റും ഒക്കെ വരുന്നത് നമുക്ക് പുസ്തകങ്ങളിൽ കാണാനായിട്ട് സാധിക്കും. മാത്രമല്ല, താഴേക്ക് വായിക്കുമ്പോൾ ഇവിടെ പറയാണ്, തൻ്റെ ജനത്തെ ന്യായം വിധിക്കേണ്ടതിന് അവൻ മേലിൽ നിന്നും ആകാശത്തെയും ഭൂമിയെയും വിളിക്കുന്നു. വെളിപ്പാട് പുസ്തകം അവസാനത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും, ന്യായവിധിയോടുള്ള ബന്ധത്തിൽ സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു, ഭൂമിയെ ഏൽപ്പിച്ചു കൊടുത്തു. അപ്പോൾ പറഞ്ഞതിൻ്റെ താല്പര്യം എന്ന് പറയുന്നത്, മരിച്ചവർ അപാലവൃദ്ധം ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു സമയമുണ്ട്. എല്ലാവരും ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു സമയമുണ്ട്. അത് ഒരു കൂട്ടർ ദൈവത്തിൻ്റെ ആ പ്രതിഫലത്തിന് വേണ്ടിയിട്ട് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അവസാനം ഉയർത്തെഴുന്നേൽക്കുന്ന എല്ലാവരും നിത്യന്യായവിധിക്കായിട്ടാണ് ഉയർത്തെഴുന്നേൽക്കുന്നത്. അതുകൊണ്ട് ഇവിടെ പറയാണ്, തൻ്റെ ജനത്തെ ന്യായം വിധിക്കേണ്ടതിന് അവൻ മേലിൽ നിന്നും ആകാശത്തെയും ഭൂമിയെയും വിളിക്കുന്നു. യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്തവരായ എൻ്റെ വിശുദ്ധന്മാരെ എൻ്റെ അടുക്കൽ കൂട്ടുവിൻ. അപ്പോൾ ഇവിടെ പറയുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്, യാഗം ചെയ്ത് എന്നോട് നിയമം ചെയ്തവരായ എൻ്റെ വിശുദ്ധന്മാർ ഇതിൽ പ്രാഗൽഭ്യത്തോടെ നിൽക്കണമെങ്കിൽ കർത്താവ് പറഞ്ഞു, ഞാൻ നീയുമായി കാര്യം തീർക്കുന്ന നാളിൽ നിന്റെ കാൽ ഉറച്ചു നിൽക്കുമോ? നമ്മുടെ കാൽ ദൈവസന്നിധിയിൽ ഉറച്ചു നിൽക്കണമെങ്കിൽ ദൈവനീതിക്കൊത്തവണ്ണമായിരിക്കണം നാം ജീവിക്കേണ്ടത്. ദൈവം നമുക്ക് കാണിച്ചു തന്ന മാതൃകയിലായിരിക്കണം നാം നടക്കേണ്ടത്. വചനവിരുദ്ധമായിട്ടുള്ളൊരു ജീവിതം ജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ദൈവസന്നിധിയിൽ പ്രാഗൽഭ്യത്തോടെ നിൽക്കുവാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ വിനിയോഗിക്കണമെന്ന് ദൈവവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുവാനായിട്ട്, എൻ്റെ ജീവിതത്തിൽ ക്രമപ്പെടുവാനുള്ള വല്ല മേഖലകളുണ്ടോ? ഞാനിപ്പോഴും പാപത്തിൻ്റെ പ്രമാണങ്ങളിലാണ് നടക്കുന്നത്? ഞാൻ എൻ്റെ സ്വയനീതിയിലാണ് നടക്കുന്നത്? അതോ ഓരോ ദിവസവും തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി ആ പുത്രനായ യേശുവിൻ്റെ സ്വരൂപത്തോട് ഞാൻ അനുരൂപമായി തീരുന്നുണ്ടോ? എൻ്റെ ബന്ധങ്ങളും എൻ്റെ കുടുംബജീവിതവും എൻ്റെ ഭാര്യാഭർത്തൃ ബന്ധവും മറ്റെല്ലാ മേഖലകളിലും ഈ വചനത്തിൻ്റെ അനുസരണമാണോ എങ്കിൽ നടക്കുന്നത് എന്ന് നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്ത് നമ്മളെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുന്നത് നല്ലതാണ്. കാരണം നമ്മളെ കൊണ്ട് തന്നെ നമ്മളെ അളന്നാൽ നമുക്കൊരു കുറവുള്ളതായിട്ട് തോന്നത്തില്ല. എന്നാൽ സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്ന മാറ്റമില്ലാത്ത ദൈവവചനത്തിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട്, പുത്രനായ യേശുവിനെ നോക്കിക്കൊണ്ട് നമ്മളിലേക്ക് നോക്കുമ്പോഴാണ് നമ്മൾ മറിഞ്ഞു കിടക്കുന്ന കുറവുകളെ ദൈവം വെളിപ്പെടുത്തി തരുന്നത്. ഒപ്പം തന്നെ ദൈവവചനം പറയുന്നത്, തൻ്റെ ലംഘനങ്ങളെ മറച്ചു വയ്ക്കുന്നവരാണ് ശുഭം വരാത്തത്, അത് ഏറ്റുപറഞ്ഞുപേക്ഷിക്കുന്നതിനോ കരുണ ലഭിക്കും. അതുകൊണ്ട് നമ്മുടെ കുറവുകളൊക്കെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ്, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് വിശുദ്ധരായിരിപ്പിൻ, വിശുദ്ധി കൂടാതെ ആരും കർത്താവിനെ കാണത്തില്ല. അതുകൊണ്ട് കുറ്റബോധത്തിലും നിരാശയിലും ജീവിക്കുവാനല്ല, ദൈവനീതിയുടെ ബോധ്യത്തിൽ ജീവിക്കുവാൻ, കുറവുകൾ ഏറ്റുപറഞ്ഞുകൊണ്ട് കാൽവരി ക്രൂശിലെ പുണ്യാഹ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് ദൈവ തേജസ്സിൻ്റെ വെളിപ്പാടിൽ ജീവിക്കുവാനായിട്ട്, ദൈവത്തോട് മനുഷ്യരോട് നല്ല മനസ്സാക്ഷിയുള്ള വ്യക്തിത്വങ്ങളായി തീരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് സ്വർഗീയ പിതാവേ, അളവറ്റ കൃപയും കരുണയും സ്നേഹവും ഞങ്ങളുടെ മേൽ പകരുന്ന ദൈവമേ, അങ്ങ് ഞങ്ങളെ എത്രമാത്രം സ്നേഹിക്കുന്നു. അങ്ങനെ സ്നേഹത്തിൻ്റെ പ്രദർശനമാണല്ലോ കാൽവരി ക്രൂശിൽ വെളിപ്പെടുത്തിയത്. അങ്ങനെയെങ്കിൽ കർത്താവെ, ആ സ്നേഹത്തിൽ കർത്താവെ വിശ്വസിച്ചുകൊണ്ട് കർത്താവിനോട് ചേർന്ന് ഈ ജീവിതയാത്ര മുന്നോട്ട് പോകുവാൻ കർത്താവെ ഞങ്ങൾ ഓരോരുത്തരും അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഭാരങ്ങളും ആകുലങ്ങളും ഉത്കണ്ഠകളൊക്കെ എടുത്തു മാറ്റണം. സലബുദ്ധിക ദിവ്യ സമാധാനം കൊണ്ട് നിറയ്ക്കണം, സ്വസ്ഥത കൊണ്ടും സന്തോഷം കൊണ്ടും നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഓരോ ഭവനങ്ങളും സ്വർഗീയ ഭവനങ്ങളായി തീരട്ടെ. ഐക്യതയും സ്നേഹവും സമാധാനവും സന്തോഷവും ഒക്കെ ഓരോ ഭവനങ്ങളിൽ നിറയട്ടെ. ദുഷ്ടനിൽ അകപ്പെടാതെ കാക്കണമേ. ആവശ്യങ്ങളിൽ ദൈവകാരം കൂടിയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
എല്ലാ മക്കളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, അങ്ങയുടെ വാഗ്ദത്തമാണല്ലോ, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിൻ്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും. കർത്താവെ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എല്ലാവരെയും അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയിൽ എല്ലാവരെയും മറയ്ക്കണമേ. വചനത്തോടുള്ള വലിയ ദാഹത്താൽ എല്ലാവരെയും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇത് ചെയ്യുന്ന കൃപയ്ക്കായി നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കൃപ തോന്നി കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ. ഗോഡ് ബ്ലസ് യു.